പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ വടകര പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പയ്യോട് വരെയുള്ള അപ്ഡേറ്റ്സ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് തന്ന് വീഡിയോ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഫുൾ സ്ക്രീനിൽ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ, കാരണം അതിൻ്റേതായ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ഭാഗത്തായിട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് വരുന്നത്. മുമ്പ് സാധാരണ അണ്ടർപാസോട് കൂടിയ റോഡാണ് ഉണ്ടായിരുന്നത്. ഇവിടുത്തെ നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇവിടെ ഇപ്പോൾ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കാൻ തീരുമാനമായത്. അതുകൊണ്ട് വർക്ക് അല്പം ലേറ്റായിട്ടാണ് തുടങ്ങിയത്. വളരെ ലാഗായിട്ടാണ് വർക്ക് ഇപ്പോൾ ഇവിടെ വാഗാട് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം, ഇവിടെ ഇതുവരെയായിട്ടും വർക്ക് പുരോഗതിയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വടകര ടൗൺ ഭാഗത്തെ ട്രാഫിക് ബ്ലോക്കൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഇപ്പോഴും നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ റോഡ് വർക്കൊക്കെ കഴിയാണ്ട് ഈ ട്രാഫിക്കൊന്നും ഇതിനൊരു പരിഹാരമാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഈ ഭാഗത്തൊന്നും ഇതുവരെ ആയിട്ട് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. വടകര സഹകരണ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്താണ് കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വെള്ളക്കെട്ടുണ്ട്, നമ്മുടെ ഇടത് ഭാഗത്തായിട്ട് നല്ല വെള്ളക്കെട്ടുണ്ട്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട്. ഇവിടെ കണ്ട, ഇവിടെ പൈലിംഗ് പ്രവൃത്തികൾക്കായിട്ട് കുഴിച്ച കുഴിയിൽ നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഈ വെള്ളത്തിനുള്ള ഒരു സൊല്യൂഷന് ഇതുവരെയായിട്ട് ഇവർ കണ്ടെത്തിയിട്ടില്ല. നമ്മളങ്ങനെ പാലോളിപ്പാലം ഭാഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു തോട് പോകുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വെള്ളം നല്ല കെട്ടിക്കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇടത് വശത്തായിട്ട് കുറച്ചും ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറിയ തോതിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇതിലെ വാഹന ഗതാഗതത്തിനായിട്ട് പൂർണ്ണമായിട്ടും സജ്ജമായിട്ടില്ല കേട്ടോ. നമ്മൾ പാലോളിപ്പാലം കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ടും കാര്യമായ വർക്കൊന്നും ഇതുവരെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇടതുവശത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കുറച്ച് ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ റോഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഗർഡറുകൾ സ്ഥാപിച്ചിട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് വെച്ച കാഴ്ച നമുക്ക് കാണാം. ഇത് നമ്മുടെ എലിവേറ്റഡ് ഹൈവേക്ക് വേണ്ടിയിട്ടുള്ള ഗർഡറുകളാണ് ഇവിടെ പണിത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഈ ഇടതുവശത്തായിട്ട് കുറച്ച് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇനി മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് മെയിനായിട്ട് നടക്കേണ്ടത്. ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ കുറച്ച് വർക്കുകൾ നടന്നതല്ലാണ്ട് കാര്യമായ വർക്കൊന്നും ഈ ഭാഗങ്ങളിൽ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ പകുതിയിലധികം വർക്കൊക്കെ കഴിഞ്ഞതാണ്. ഏകദേശം കാസർഗോഡ് നമ്മളുടെ തലപ്പാടി മുതൽ ചെങ്കള റീച്ചിൽ 75% വർക്കൊക്കെ ഫിനിഷായിട്ടുണ്ട്. നമുക്ക് വടകര എത്തിയതിനു ശേഷം കോഴിക്കോട് ജില്ല സ്റ്റാർട്ടാകും തന്നെ കുഞ്ഞിപ്പള്ളി മുതൽ കാര്യമായ വർക്ക് പുരോഗതിയൊന്നും കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇവിടെ പകുതി പോലും വർക്ക് ഇവിടെ നടന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വാഗാട് ഇത്ര സ്ലോ ആയിട്ട് ഇവിടെ വർക്ക് നടത്തുന്നതെന്ന് നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വടകര SP ഓഫീസിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് രണ്ട് ഭാഗത്തും സർവീസ് റോഡൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ SP ഓഫീസിൻ്റെ ഭാഗത്ത് മുതൽ നമ്മുടെ മൂരാട് പാലം വരെ നല്ല അടിപൊളിയായിട്ട് ഇവർ റോഡ് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോൺക്രീറ്റ് റോഡാണ് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡൊക്കെ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഗാടിൻ്റെ ആകെ പണി നടന്നത് ഈ ഭാഗത്താണെന്ന് തോന്നുന്നു. ഇവിടെ മാത്രമാണ് നല്ല അടിപൊളി റോഡ് ഇവർ സെറ്റാക്കി വെച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് വാഗാടിൻ്റെ വർക്ക് പുരോഗതി കുറച്ചായിട്ട് ഈ ഭാഗത്ത് മാത്രമാണ് കാണാൻ സാധിച്ചത്. ഈ നാഷണൽ ഹൈവേ വർക്കിൻ്റെ ഇവർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് മഴക്കാലത്താണ്. ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഈ ഭാഗത്തായിട്ട് വടകര ഭാഗത്തായിട്ട് നല്ല ഡ്രെയിനേജിൻ്റെ പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മളെ കാസർഗോഡായെങ്കിലും കണ്ണൂരായെങ്കിലും ഈ വടകര നമ്മളെ ഈ മുക്കാളി ഭാഗത്തൊക്കെ മണ്ണിടിച്ചൽ ഒരുപാട് സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ നിർത്തി വെക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തളിപ്പറമ്പ് ബൈപ്പാസിൽ ഇപ്പോൾ വർക്ക് സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. കാരണം മലകൾ ഇങ്ങനെ ഇടിച്ചിട്ട് വേണം ആ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ആ ഭാഗത്തൊക്കെ ആയിട്ട് വർക്ക് സ്റ്റോപ്പാക്കിയിരിക്കുകയാണ്. നമ്മളെ കാസർഗോഡ് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള ഭാഗം വരെയുള്ള ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ഇപ്പോൾ വർക്കും സ്റ്റോപ്പായിട്ടുണ്ട് കേട്ടോ. ആ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഉറവയും മണ്ണിടിച്ചിലൊക്കെ ഉള്ള സ്ഥലമാണ്. പല ഭാഗത്തും നമ്മളിപ്പോൾ ഇവർ സോയിൽ നെയിലിങ്ങൊക്കെ നടത്തിയിട്ട് അവിടെയൊക്കെ മണ്ണ് ഇടിഞ്ഞിട്ട് വീഴുന്ന അവസ്ഥയാണ് കേട്ടോ. കേരളത്തിൻ്റെ കാലാവസ്ഥ സാഹചര്യമനുസരിച്ച് പല ഭാഗത്തും ഇവർ സോയിൽ നെയിലിങ് ഒരു പരാജയമാണ്. കാരണം കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചാലേ ഇതിനൊരു പരിഹാരം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ മൂരാട് പാലത്തിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ അവസ്ഥകൾ കണ്ടോ? നമ്മുടെ ഈ ഭാഗത്ത് ഇടതുവശത്തായിട്ട് കണ്ടോ നിങ്ങൾ,
കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിക്കുന്നുണ്ട്. പല ഭാഗത്തായിട്ടും ഇത് ഇടിഞ്ഞ് വീണ അവസ്ഥയാണ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ഭിത്തി അല്ലാണ്ട് വേറെ സൊല്യൂഷൻ ഇല്ല. ഇവിടെ നല്ല ചേടി മണ്ണാണെന്ന് തോന്നുന്നു കേട്ടോ. ഇടത് വശത്ത് കണ്ടെങ്കിൽ നല്ല ചേടി മണ്ണാണ്. അപ്പോൾ എന്തായാലും ഇടിഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്. ഇവിടെ കോൺക്രീറ്റ് ഭിത്തികൾ നിർമ്മിച്ചാലേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകും. മൂരാട് പാലം നമ്മുടെ നാഷണൽ ഹൈവേ വർക്കിൻ്റെ ഏറ്റവും വേഗത്തിൽ പണി തീർത്ത പാലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ വടകരയിലുള്ള മൂരാട് പാലം. നല്ല അടിപൊളിയായിട്ട് ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ടും 6 വരി പാതയിൽ ഇപ്പോൾ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ നടപ്പാതൻ്റെ കുറച്ച് വർക്ക് ഇവിടെ പെൻഡിങ്. പാലത്തിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ മൂരാട് പാലത്തിലുള്ള ട്രാഫിക് ബ്ലോക്കുകൾ നമ്മൾ മുമ്പിൽ കണ്ടതാണ്. അപ്പോൾ ഈ പാലം വന്നതോടുകൂടി അതിനൊരു പരിഹാരമായിട്ടുണ്ട്. നമ്മൾ മൂരാട് പാലത്തിൽ നിന്നുള്ള ദൃശ്യമാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു അതിമനോഹരമായൊരു ദ്വീപ് കാണാം. കോട്ടത്തുരുത്തി എന്ന ദ്വീപാണ് നമ്മൾ ഈ കാണുന്നത്. എന്താ കാഴ്ച! ഇങ്ങനെയുള്ള മനോഹരമായ സ്ഥലങ്ങൾ വടകര ഭാഗത്തുണ്ടെങ്കിൽ ദയവായി ഇവിടെയുള്ള സുഹൃത്തുക്കൾ കമൻ്റായി രേഖപ്പെടുത്തണം. മൂരാട് പാലം കഴിഞ്ഞുള്ള ഭാഗത്തെ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് റോഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂരാട് ഓയിൽ മില്ലിൻ്റെ ഭാഗത്തായിട്ട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്താൻ ബാക്കിയുണ്ട്. ഈ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെയായിട്ട് മുഴുവനായിട്ടും കഴിഞ്ഞിട്ടില്ല. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വാഹനങ്ങൾ രണ്ട് വശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലത്തിന് അണ്ടർപാസിൻ്റെ അടിയിലുള്ള കാഴ്ച ഉണ്ട്. നിങ്ങൾ നല്ല വെള്ളക്കെട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. പല ഭാഗങ്ങളിൽ ഈ വടകര ഭാഗങ്ങളിൽ മഴ വന്നാൽ നല്ല വെള്ളക്കെട്ട് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട ഒരു സൊല്യൂഷന് ഇതുവരെയായിട്ട് ഇവർ കണ്ടെത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വടകര നമ്മൾ ഈ അണ്ടർപാസ് കഴിഞ്ഞ് ഇപ്പോൾ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇവിടെ നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രെയിനേജ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിലവിലെ ഇപ്പോൾ നാഷണൽ ഹൈവേയിലെ പഴയ നാഷണൽ ഹൈവേയിലെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഞങ്ങൾ ഈ രണ്ട് ഭാഗത്ത് സർവീസ് റോഡ് ഇപ്പോൾ റെഡിയാക്കിയെങ്കിൽ ഇപ്പോൾ ഇത്ര ട്രാഫിക് വരില്ലായിരുന്നു. മാങ്ങാൽ പാറയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് വരുന്നത്. ഇവിടുത്തെ കുന്ന് ഇടിച്ചിട്ട് കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ റോഡ് വരുന്നത്. അപ്പോൾ സർവീസ് റോഡ് കുറച്ചുകൂടി ഉയരത്തിലാണ് വരുന്നത്. മാങ്ങാൽ പാറ കഴിഞ്ഞ് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ റോഡ് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാഹന ഗതാഗതം ഇപ്പോൾ പുതിയ റോഡ് കൂടിയാണ്, 6 വരി കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാഗാടിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ കോഴിക്കോട് ഭാഗത്തുനിന്ന് വടകര ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കോഴിക്കോട് ഭാഗത്ത് 3 ലൈൻ കൂടിയാണ് കേട്ടോ വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുറച്ച് മുമ്പിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് വീണ്ടും ഡൈവേർഷൻ വരുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇവർ മുഴുവനായിട്ടും ഇപ്പോൾ റോഡ് ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുക്കാത്തത്. എന്നിരുന്നാലും നമ്മുടെ കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ റോഡ് വർക്ക് ഫിനിഷായ ഭാഗങ്ങളിലൊക്കെ ഗതാഗതത്തിനായിട്ട് തുറന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നമ്മുടെ വാഗാട് നല്ല പിശുക്ക് കാണിക്കുന്നുണ്ട്. എന്തെന്നറിയില്ല, റോഡുകൾ തുറന്നു കൊടുക്കുന്നതിൽ നല്ല കാലതാമസവും പിശുക്കും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നിലവിലിപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഒരു ഭാഗത്ത് കൂടിയാണ് ഇപ്പോൾ വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. മറുവശത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് ഇപ്പോൾ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ കളരിപ്പടി എന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും ഡൈവേർഷൻ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ ഇടതുവശത്തു കൂടിയാണ് വാഹനങ്ങൾ കോഴിക്കോട് ഭാഗങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലതു ഭാഗത്തായിട്ട് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തായിട്ട് ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വീണ്ടും ഡൈവേർഷൻ വന്നിട്ട് വലതു ഭാഗത്തോടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർവീസ് റോഡ് കൂടി ഇപ്പോൾ വടകര ഭാഗത്തോട്ട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ നിങ്ങൾ, ഇവിടെ വീണ്ടും ഡൈവേർഷൻ വന്നു. എന്തായാലും കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് ഇവർ ഈ റോഡ് ഗതാഗതത്തിനായി
തുറന്നു കൊടുത്തിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായിട്ടും സർവീസ് റോഡ് ഇപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇനിയും ടാറിങ് പ്രവൃത്തികൾ ചെയ്യാൻ ബാക്കിയുണ്ട്. നമ്മളങ്ങനെ അയിനക്കാട് എന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിലവിൽ ഇപ്പോൾ നല്ല ഹൈവേ ഒക്കെ നല്ല സ്പീഡായിട്ട് വർക്ക് നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നീട് നാട്ടുകാരുടെ ഇടപെടൽ കാരണം ഇപ്പോൾ ഇവിടെ സമരങ്ങൾ കാരണം ഇവിടെ ഒരു അണ്ടർ പാസ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വടകര മൂരാട് പാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ അണ്ടർ പാസ് വന്നിരുന്നത് നമ്മുടെ പയ്യോളി ഭാഗത്തായിരുന്നു. അപ്പോൾ ഈ 10 കിലോമീറ്ററിന് ഇടയിൽ ഇപ്പോൾ ഒരു അണ്ടർ പാസും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ അത്യാവശ്യമായിരുന്നു അണ്ടർ പാസ് വരേണ്ടത്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ വളരെ ലേറ്റായിട്ടാണ് ഇവിടെ ഇത് ആവശ്യം ഉന്നയിച്ചത്. അവരുടെ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വീണ്ടും ഒരു അണ്ടർ പാസ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് റോഡൊക്കെ പൊളിച്ചിട്ട് വീണ്ടും ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കൊക്കെ ഫിനിഷ് ആവേണ്ടതുണ്ട്. അപ്പോൾ മഴ കാരണം ഇവിടെ വർക്കൊന്നും ഇപ്പോൾ നടന്നിട്ടില്ല ആ ഭാഗത്തായിട്ട്. ഇപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ 2 വശത്തോടു കൂടിയും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. ഇവിടെ മുതൽ നമ്മുടെ പയ്യോളി അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡ് വരെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മുടെ വാഗാടിൻ്റെ ഈ ഭാഗങ്ങളിലായിട്ട് വർക്ക് നല്ല പുരോഗതിയാണ് കേട്ടോ. ഇതൊക്കെ മുമ്പ് കഴിഞ്ഞ വർക്കാണ്, അതിനുശേഷം കാര്യമായ വർക്കൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വടകര SP ഓഫീസ് മൂരാട് പാലത്തിന് തൊട്ട് മുമ്പ് മുതൽ നമ്മുടെ പയ്യോളി പാലം വരെ ഏകദേശം ഇത് നമ്മുടെ വാഗാടിൻ്റെ വർക്ക് നല്ല രീതിയിൽ ഫിനിഷായിട്ടുണ്ട്. കുറച്ച് ഭാഗങ്ങളിലൊക്കെ വർക്ക് ഫിനിഷാകാൻ ബാക്കിയുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞിപ്പള്ളി മുതൽ വടകര പുതിയ ബസ് സ്റ്റാൻഡ് ആ ഭാഗത്ത് മൂരാട് പാലം വരെ വർക്കൊന്നും കാര്യമായ വർക്ക് പുരോഗതി അവരെ കാണാൻ സാധിക്കുന്നില്ല. പയ്യോളി എത്തുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 3 വരിയിൽ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് വടകര ഭാഗത്തോട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്കിത് കുറച്ച് ഭാഗത്തായിട്ട് തുറന്നു കൊടുത്തുകൂടെ വാഹന ഗതാഗതത്തിനായിട്ട്? എന്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലൊക്കെ ഇവർ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പയ്യോളി എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പയ്യോളി അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമായതിനാൽ ഇപ്പോൾ വർക്ക് കുറച്ച് പെൻഡിങ് ആണ്. ഈ ഭാഗത്തായിട്ട് വെള്ളക്കെട്ട് കണ്ടോ നിങ്ങൾ? വെള്ളം പോകാനുള്ള സൊല്യൂഷൻ ഇവർ ഇതുവരെയും വാഗാട് കണ്ടെത്തി. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ വടകര പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ പയ്യോളി വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി നമുക്ക് കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.